രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് തത്സമയത്തിൽ. ബിജെപി മാർച്ചിൽ സംഘർഷം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ദിവ്യാംഗരുടെ നൈപുണ്യ വികസന കേന്ദ്രവുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദം കോൺഗ്രസ് ഉണ്ടാക്കുന്നതിനെതിരെയായിരുന്നു ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തിയത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ആ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. സമാധാനപരമായിട്ടായിരുന്നു ബിജെപി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. എന്നാൽ ആ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. ആ മാർച്ച് ഇത്തരത്തിൽ തടഞ്ഞതിനു ശേഷം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി MP രമേശ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരിക്കുകയാണ്. പ്രവർത്തകർ പോലീസിന്റെ ജലപീരങ്കിക്ക് മുൻപിലും മുട്ടുമടക്കാൻ കൂട്ടാക്കാതെ ശക്തമായി മുദ്രാവാക്യവും മറ്റും മുഴക്കി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് ഓരോ പ്രവർത്തകരെയായി അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന നടപടികളിലേക്കും കടന്നിട്ടുണ്ട്. ഏതായാലും തീർത്തും പോലീസിന്റെ ഭാഗത്തു നിന്ന് സമാധാനപരമായി പോവുകയായിരുന്നു. ഒരു മാർച്ചിന് നേരെയാണ് ഇത്തരത്തിൽ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചുകൊണ്ട് ആ മാർച്ചിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സ്ഥലത്തെ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പോലീസിന്റെ ഈ ജലപീരങ്കിക്ക് മുന്നിലോ അല്ലെങ്കിൽ ഈ പോലീസ് ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോയാലൊന്നും തങ്ങൾ പിന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ ശക്തമായ മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJP ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ളത് അത് ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടിയാണ്. ആ ദിവ്യാംഗരായ കുട്ടികളെ അപമാനിച്ച MLAയും കോൺഗ്രസും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇത്തരമൊരു പ്രതിഷേധ മാർച്ചുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആ ആവശ്യത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ഒരു നൈപുണ്യ വികസന കേന്ദ്രം BJP ഇരിക്കുന്ന പാലക്കാട് നഗരസഭ അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയപ്പോൾ ആ തറക്കല്ലിടൽ ചടങ്ങിലേക്ക് DYFIയും യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ അതിക്രമവുമായി രംഗത്തെത്തുകയും നഗരസഭ ചെയർപേഴ്സണും അതുപോലെ തന്നെ വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള വേദി തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ അതിക്രമങ്ങൾ അവിടെ നടത്തിയിരുന്നു. അന്ന് കയ്യും കെട്ടി നോക്കി നിന്ന അതേ പോലീസ് തന്നെയാണ് BJP പ്രവർത്തകർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ആ മാർച്ചിനെ ബലം പ്രയോഗിച്ച് അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം BJP പ്രവർത്തകരെ ഓരോരുത്തരെയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJP ശക്തമായ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് ഉൾപ്പെടെ BJP ഇതേ വിഷയത്തിൽ മാർച്ച് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഏതായാലും BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വലിയ സംഘർഷാവസ്ഥയുടെ സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും BJP പ്രവർത്തകർ ആ പോരാട്ട വീര്യത്തോടു കൂടെ തന്നെ വളരെ ശക്തമായി തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പോലീസ് എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും തങ്ങൾ പുറകോട്ട് പോവില്ല എന്ന്
നിലപാടിൽ ഉറച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ആ നഗരസഭയ്ക്ക് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ നൽകുമെന്നും അവിടെ കെട്ടിടം ഉയരുമെന്നും നിരവധി ദിവ്യാംഗരായ കുട്ടികൾക്ക് ആ പദ്ധതി ആശ്വാസകരമായി മാറുമെന്നുമുള്ളതാണ് BJP പ്രധാനമായിട്ടും പറയുന്നത്. ആ പദ്ധതി ഏതായാലും തങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. പോലീസിനെ ഇത്തരത്തിൽ പോലീസിൻ്റെ ജലപീരങ്കിയോ മറ്റോ ഒന്നും തങ്ങൾ കൂട്ടാക്കുന്നില്ല. ശക്തമായിട്ട് തന്നെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ കുറച്ച് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കിയെങ്കിലും വീണ്ടും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ശക്തമായ സമരവുമായിട്ട് BJP മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ ദിവ്യാംഗരായ കുട്ടികളെ അപമാനിച്ച ആ നടപടി അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് BJPയുടെ നിലപാട്. നേരത്തെ MT രമേശ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും നെഹ്റു കുടുംബത്തെക്കാൾ 1000 മടങ്ങ് ദേശാഭിമാന പ്രചോദിതനായ വ്യക്തിയാണ് ഹെഡ്ഗേവാർ എന്നും രാജ്യം ഭരിക്കുന്നത് മോദിയാണെങ്കിൽ ഇനിയും പേര് ഉയർത്തും, രാജ്യം മുഴുവൻ ഉയർത്തുമെന്നായിരുന്നു MT രമേശ് പറഞ്ഞിരുന്നത്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം മതമൗലികവാദികളുടെ വോട്ട് ലഭിച്ചതിൽ അവരെ എത്തിപ്പെടുത്താനായാണ് രാഹുൽ ഇതൊക്കെ ചെയ്യുന്നതെന്നും കോൺഗ്രസ് ആഴവെക്കേണ്ടത് ഈ ഒരു പരിപാടി നടത്തി ഇപ്പോൾ ഈ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓരോ പ്രവർത്തകരെയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിനെ BJP ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഈസ്റ്റ് ജില്ലാധ്യക്ഷനായ പ്രശാന്ത് ശിവൻ ഇപ്പോൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമാധാനപരമായിരുന്നു മാർച്ച്. ജലപീരങ്കി മറ്റൊക്കെ പ്രയോഗിച്ചത് വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ഒരു രീതി. വനിതകളും മുതിർന്ന ആളുകളും ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തകരുണ്ടായിരുന്നു. യാതൊരുവിധ തരത്തിലുള്ള പ്രിക്കോഷൻസ് ഇല്ല, ഒരു സൈറൻ മുഴക്കം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ജലപീരങ്കി ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ സമാധാനപരമായി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോൺഗ്രസിന്റെ ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള ചൊറിച്ചലാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. MLAക്ക് ഒരു ലോഡ് ബർണോളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ പ്രതിഷേധം അവർ സംഘടിപ്പിച്ച സമയത്ത് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് ആ വാർഡിനെ പ്രതിനിധാനം ചെയ്തിരുന്ന കോൺഗ്രസിന്റെ മുൻ നഗരസഭാംഗം മോഹൻ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ സ്ഥലം പാർക്കിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പം അതിനർത്ഥം ഇവരെ ഈ പദ്ധതിയെ എതിർക്കുന്നു എന്ന് തന്നെയാണുള്ളത്. ഇത്തരത്തിലുള്ള പദ്ധതികളെ അട്ടിമറിക്കാനുള്ള പാലക്കാട് MLAയുടെ നീക്കത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങളുണ്ട്. കടക്കലിടൽ നടന്നപ്പോൾ പോലീസ് അവിടെ കൈകെട്ടി നോക്കി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതുവരെ മാർച്ചിനെ വലിയ രീതിയിൽ അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം കയ്യരിവാളിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രതിഷേധമായിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കി നിൽക്കുക എന്ന് മാത്രമാണ് അവർക്ക് മുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഇത്തരത്തിൽ അവർ ഇന്നിവിടെ നടത്തിയിട്ടുള്ള രീതിയിലുള്ള പ്രതിരോധം എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല? അവർ നോക്കി നിൽക്കെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കണ്ട കാഴ്ചയാണ്. ശിലാഫലകം തല്ലി തകർക്കുന്നു, ബാനർ വലിച്ചു വീറുന്നു. എന്തിനേറെ പറയണം, സ്വാഭാവികമായി ഒരു പ്രതിഷേധം ഒരു സർക്കാർ പരിപാടിയിൽ നടക്കുന്ന സമയത്ത് ഒരു പേപ്പർ വെയിറ്റ് വീണ് പൊട്ടിയാൽ പോലും PDPP വകുപ്പെടുക്കുന്ന പോലീസ് ഇത്രയ്ക്ക് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും നഗരസഭാ കെട്ടിടത്തിനകത്ത് കുറേ സാധനങ്ങൾ തകർന്നിട്ടുണ്ട്. ഈ പരിപാടിയിലെ കുറേ ശിലാഫലകം ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. PDPP വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ വിദഗ്ധോപദേശം തേടുന്ന പറഞ്ഞു. ഇവരാരുടെ വിദഗ്ധോപദേശം തേടുന്നത്? പിണറായി വിജയന്റെയോ അതോ സുധാകരന്റെയോ അതോ VD സതീശന്റെയോ? ആരുടെയാണ് ഇവർ വിദഗ്ധോപദേശം തേടുന്നത്? PDPP വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ആ പ്രതികളെല്ലാം വളരെ സ്വാഭാവികമായി സ്വതന്ത്രമായി നടക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും BJPയുടെ പ്രതിഷേധം അവസാനിക്കില്ല. അതിശക്തമായ നടപടി പോലീസ് എടുക്കാത്തിടത്തോളം കാലം അതിശക്തമായ പ്രതിഷേധവുമായി BJP ഉണ്ടാവും. പാലക്കാട് MLA പാലക്കാട് നഗരജനതയോടും പ്രത്യേകിച്ച് ഭിന്നശേഷി വിഭാഗത്തോടും മാപ്പ് പറഞ്ഞേ തീരും. തന്നെയാണ്. ഏതായാലും ഈ പോലീസ് PDPP ആക്ട് ചുമത്തി MLAക്ക് എതിരെ ഉൾപ്പെടെ കേസെടുത്തില്ല എങ്കിൽ BJP ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ പറഞ്ഞത്. ഇപ്പോൾ പ്രശാന്ത് ശിവനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർത്തും സമാധാനപരമായിട്ട് നടന്ന ഒരു പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിലേക്കാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ വലിയ ബലം പ്രയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും BJP ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. യാതൊരു കാരണവശാലും പുറകോട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് BJP നിലപാടായിട്ട് അറിയിക്കുന്നത്. ഇനിയും പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല ഡോക്ടർ കേശവ ബലറാം
വാർഡിന്റെ പേര് നൽകാൻ BJP തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് തന്നെ ആ കെട്ടിടത്തിന് നൽകും. ആ കെട്ടിടം ആ പേരിൽ തന്നെ പൂർത്തിയാക്കും എന്നുള്ളതാണ് BJP പറയുന്നത്. എന്തെങ്കിലും പ്രവർത്തകരെയൊക്കെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്.